നോക്കട്ടെ. കുറേ നാളായല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാനിന്ന് എൻ്റെ ഫാമിലോട്ട് വന്നതിന് 1-2 കാരണങ്ങളുണ്ട്. നമ്മുടെ ഫാമിലെ ഉണക്ക ചാണകപ്പൊടി വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. അത് ഞാനൊന്ന് നിങ്ങളോട് പറയാനായിട്ടാണ് വന്നത്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കുറേ കെട്ടി വച്ചിട്ടുണ്ട്. ഉണക്ക ചാണകപ്പൊടി കുറേ ഞങ്ങളിതാ കെട്ടി വച്ചിട്ടുണ്ട്. ക്രിസ്മസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ജോലിക്കായിട്ട് എല്ലാവരും ഇറങ്ങേണ്ട സമയമാണ്, ലീവൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ചാണകപ്പൊടി കിങ്ങിണി ഫാമിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർ ഞങ്ങളോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക. ഞങ്ങൾ കെട്ടി വയ്ക്കുമ്പോൾ തന്നെ എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചാണകപ്പൊടി ഇവിടെ തയ്യാറായിട്ട് ഇരിപ്പുണ്ട്. ഒരു 15 ചാക്ക് കാണും. അപ്പോൾ എത്ര ദൂരമുള്ളവരായിരുന്നാലും വന്നാൽ മതി, നമ്മൾ തന്നോളാം. അത്രയ്ക്കുള്ള ചാണകപ്പൊടി ഉണ്ട്. ബാക്കി ഇവിടെ കെട്ടാനായിട്ടും ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വെട്ടി ചിക്കി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഞങ്ങളിപ്പോൾ കെട്ടി വയ്ക്കുന്നത്. മണ്ണോ ഈ വേസ്റ്റോ, വൈക്കോലിൻ്റെ വേസ്റ്റോ പുല്ലിൻ്റെ വേസ്റ്റോ ഒന്നുമില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെയിലത്തിട്ട് ഞങ്ങൾ ഉണക്കിയാണ്, മെഷീനിലൊന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. വെയിലത്ത് തന്നെയാണ് ഇട്ട് ഉണക്കി ഞങ്ങൾ ചാക്കിലാക്കി വെക്കുന്നത്. വിശ്വസിച്ച് വാങ്ങിക്കാം. വാങ്ങിയിട്ടുള്ളവർ പിന്നെയും ഞങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട്. ചാണകപ്പൊടി ഞങ്ങൾ UV ഷീറ്റിനടിയിലിട്ടാണ് ഉണക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. UV ഷീറ്റിനടിയിലാണ് ഞാൻ ചാണകപ്പൊടി ഇട്ട് ഉണക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. 1 ചാക്കായിരുന്നാലും 2 ചാക്കായിരുന്നാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് വേണ്ട. കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഓർഡർ തന്നിട്ട് ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. ഞങ്ങൾ ഉടനെ തന്നെ ശരിയാക്കി തരുന്നുണ്ട്. ആരെയും ഞങ്ങൾ വെറുതെ വിടുന്ന പ്രശ്നമില്ല. എല്ലാവർക്കും ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി എനിക്ക് ഒരു കോഴിയെ ഇവിടെ നിന്ന് പിടിക്കണം, ഒരു പൂവനെ എനിക്ക് പിടിക്കണം. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസിനും ഞങ്ങളൊന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളിന്ന് പിടിക്കുന്നുണ്ട്. കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല. കുറച്ചൊന്ന് ഇവരുടെ അടുത്തൊരു മൽപ്പിടുത്തം നടത്തിയാലേ കിട്ടുകയുള്ളൂ. എനിക്കറിയാം, ഇതിനകത്ത് നിന്ന് പിടിക്കുമ്പോൾ ഓരോന്നായിട്ട് തെറിച്ച് പോകുന്നുണ്ട്. ഒരു യുദ്ധം നടത്തിയാൽ മാത്രമേ ഇതിനകത്തുനിന്നൊരു പൂവനെ പിടിക്കാൻ പറ്റുകയുള്ളൂ. കുറേ പേരൊക്കെ ഇറങ്ങി ചാടി പോകുന്നുണ്ട്. എന്നാലും ഞാൻ പിടിച്ചിട്ടേ വരുള്ളൂ എന്നൊരു വാശിയായിട്ട് ഞാൻ കയറിയിരിക്കുകയാണ്. ഞാൻ കൊണ്ടേ വരുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ വിചാരിച്ച കോഴി തന്നെ എനിക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് കയറിയതും. നല്ലൊരു വെയിറ്റുള്ളൊരു കോഴിയെ തന്നെ, ഒരു പൂവനെ തന്നെ നമുക്ക് എടുക്കണം കട്ട് ചെയ്യാൻ. എന്നാലേ നമുക്കത് തികയുള്ളൂ. അപ്പോൾ നോക്കാം, നമുക്ക് കിട്ടുമെന്ന് നോക്കാം. എന്തായാലും ചെറിയൊരു ചാട്ടക്കാരനാണ്. ഞാൻ ഇതിനകത്തൊക്കെ തടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. തടിയൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ട് ആ കോഴികളെ തണുപ്പൊന്നും അടിക്കാത്ത രീതിയിൽ കോഴിക്കൂടിനകത്ത് കമ്പൊക്കെ വെച്ചിട്ടാണ് ഞാൻ കോഴികളിട്ടിരിക്കാറ്. അപ്പോൾ ഇവർക്ക് മഴയായാലും ഇതിനകത്ത് തന്നെ ഇരിക്കാൻ പറ്റും. കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരാളെ കിട്ടിയിട്ടുണ്ട്. നല്ല വെയിറ്റുണ്ട്. നല്ല വെയിറ്റുള്ള ഒരു പൂവനെ തന്നെ, ഞാൻ വിചാരിച്ച ഒരു പൂവനെ തന്നെ എനിക്ക് കിട്ടി കേട്ടോ. ഒരാളെ തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഇവനെ ഞങ്ങൾ ഇന്ന് ശരിയാക്കുന്നുണ്ട്. ഭയങ്കര പാടാണ്, പിടിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. കുറച്ച് പാടുപെട്ടിട്ടായാലും കുറച്ചൊരു യുദ്ധം നടത്തിയിട്ട് തന്നെയാണ്, വിചാരിച്ചതിന് തന്നെയാണ് ഞാൻ എടുത്തത്. നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. ശ്രമിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും നമുക്ക്.